വെൽക്കം ടു ലേണോറ സ്റ്റോറീസ്. ഞാൻ ഭാഗ്യശ്രീ. ഇന്ന് ഞാൻ ലേണോറ സ്റ്റോറീസിൽ സംഗീത ഹരി ആളുടെ റിവ്യൂ ആണ് വായിക്കാൻ പോകുന്നത്. സംഗീത ഹരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ സംഗീതയുടെ അമ്മയാണ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സംഗീതയുടെ അമ്മ കോണ്ടാക്ട് ചെയ്ത സമയത്ത് വളരെ ബാഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തത്. അവർ നേരത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. അതായത് എക്സാം ഫീ പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഒരു അറ്റംപ്റ്റ് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു അറ്റംപ്റ്റ് ആണെങ്കിൽ ആൾ ഫെയിലായിപ്പോയി. ആക്ച്വലി അവർ പേയ്മെൻറ്റ് ചെയ്തത് 2 അറ്റംപ്റ്റിനും കൂടി ഉള്ളതാണെങ്കിലും പക്ഷേ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തു കൊടുത്തത് ഒരു അറ്റംപ്റ്റ് മാത്രമായിരുന്നു എന്നുള്ളത്. അപ്പോൾ വളരെ വിഷമത്തോടു കൂടിയിട്ട് കുറേ പൈസ പോയി എന്നൊക്കെയുള്ള വിഷമത്തിലായിരുന്നു സംഗീതയുടെ അമ്മ എന്നെ വിളിച്ചത്. അപ്പോൾ വിളിച്ച സമയത്ത് ആകെ ഒരു ഉറപ്പാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്, പാസ്സാക്കി തരണം, ഇനിയിപ്പോൾ അധികം പൈസ ചിലവാക്കാനില്ല, വളരെ ബുദ്ധിമുട്ടാണ് ഇത്രയും പൈസ ഇനി എടുക്കുമ്പോൾ, സോ അതെങ്ങനെങ്കിലും ഒന്ന് പാസ്സാക്കി തരണം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ പാസ്സാക്കി തരാം ഉറപ്പായിട്ടും, ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് സംഗീത ജോയിൻ ചെയ്തത്. സംഗീത ജോയിൻ ചെയ്ത ശേഷം പാസ്സായിപ്പോയി. അപ്പോൾ സംഗീതയുടെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് വായിക്കുന്നത്. അപ്പോൾ സംഗീതയുടെ റിവ്യൂ നമുക്ക് വായിക്കാം. താങ്ക് യു മാം, ഞാൻ CPC ക്രാക്കറിൽ ജോയിൻ ചെയ്തത് കൊണ്ടാണ് എനിക്ക് CPC എക്സാം ക്ലിയർ ചെയ്യാൻ സാധിച്ചത്. ഞാൻ ഓൺലൈനായിട്ടാണ് മെഡിക്കൽ കോഡിംഗ് പഠിച്ചത്. അതായത് നമ്മളുടെ അടുത്ത് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് സംഗീത ഓൺലൈനായിട്ട് മെഡിക്കൽ കോഡിംഗ് കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്ക് CPC എക്സാം കുറിച്ചുള്ള ഒരു കാര്യങ്ങളും അവർ പറഞ്ഞു തന്നിട്ടില്ല. എനിക്ക് ഗൈഡ് ലൈൻസ് പോലും ശരിക്കും അറിയില്ലായിരുന്നു. മാം ക്ലാസ് ജോയിൻ ചെയ്തതിന് ശേഷം ആണ് എനിക്ക് എല്ലാം ക്ലിയർ ആയത്. ഡൗട്ട്സ് ഒക്കെ മാം എപ്പോഴും ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. താങ്ക് യു സോ മച്ച് ലിറ്റി മാം ആൻഡ് ഭാഗ്യശ്രീ മാം. അതായത് നേരത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച സമയത്ത് ഗൈഡ് ലൈൻസ് പോലും അറിയില്ലായിരുന്നു. ആ ഒരു സ്റ്റേജിൽ നിന്ന് നമ്മുടെ ക്രാഷ് കോഴ്സ് എടുത്ത് സംഗീത പാസ്സായി. അപ്പോൾ അതാണ് സംഗീതയുടെ എക്സ്പീരിയൻസ്. വളരെ ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു പ്രീവിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും സംഗീതയ്ക്ക് ഉണ്ടായത്. പക്ഷേ എന്നിരുന്നാലും പിന്നീട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ, അതായത് നമ്മളടുത്ത് ജോയിൻ ചെയ്ത ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ സംഗീതയ്ക്ക് പാസ്സാവാൻ പറ്റി. സോ അതുകൊണ്ട് പിന്നെ ആൾ ഹാപ്പിയായി.